ഹായ് ഓൾ, സ്വയം NPTEL കോഴ്സസ് എങ്ങനെ എൻറോൾ ചെയ്യിക്കാന്നാണ് പറയുന്നത്. ആദ്യം NPTEL ഓൺലൈൻ കോഴ്സ് ലിങ്ക് എടുക്കുക. ഈ ഒരു സൈറ്റിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ NPTEL കോഴ്സസ് എന്താണെന്ന് പറയാം. NPTEL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് IITയിൽ നിന്നും IISൽ നിന്നുള്ള പ്രൊഫസേഴ്സിന്റെ ക്ലാസ്സുകൾ കാണുവാനും അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് NPTEL. ഇതിൽ 100 കണക്കിന് കോഴ്സുകളാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സസ് ഡിസൈൻ ചെയ്യുന്നത് 7 IITയിൽ നിന്നും, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്നുമുള്ള പ്രൊഫസേഴ്സുകളാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഴ്സ് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീ ആവശ്യമല്ല. പക്ഷേ നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ എക്സാമിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ആ എക്സാമിൻ്റെ രജിസ്ട്രേഷന് 1000 രൂപയാണ് ഫീ പേയ്മെൻറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ എക്സാം എഴുതിയിട്ട് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് IITയിൽ നിന്നും IISൽ നിന്നുമുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അത് വളരെ ബെനിഫിറ്റ് ഉള്ളതും അതുപോലെ തന്നെ വാല്യൂ ഉള്ളതുമാണ്. അതുപോലെ തന്നെ ഈ എക്സാം പാസ്സായിട്ട് 100 മാർക്കിൽ 40 എബോവ് മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ ഫീൻ്റെ പകുതി ശതമാനം ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സ്വയം പോർട്ടലിൽ NPTEL പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്യുമ്പം ഈ ഒരു പേജാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. ഇൻ കേസ് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ സൈൻ അപ്പ് നൗ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും അതേപോലെ തന്നെ പാസ്വേഡും നിങ്ങളുടെ മെയിൽ ID കൊടുക്കുക. ഞാനിവിടെ യൂസർ നെയിം കൊടുക്കുകയാണ്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അപ്പോൾ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട് പാസ്വേഡ് മസ്റ്റ് ബിറ്റ്വീൻ 8 and 64 characters. The password must have at least 3 of the following. ലോവർ കേസ് ലെറ്റർ ഉണ്ടായിരിക്കണം, അപ്പർ കേസ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഡിജിറ്റ് ഉണ്ടായിരിക്കണം, സിമ്പിൾ ഉണ്ടായിരിക്കണം. അത് തന്നെ കൺഫേം ചെയ്തിട്ട് ഇവിടെ താഴെ കൊടുക്കുക. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൽ ID നിങ്ങൾ അവിടെ കൊടുക്കുക. ഓക്കെ, മെയിൽ ID കൊടുത്തു. ഇനി അവിടെ സെൻഡ് വെരിഫിക്കേഷൻ കോഡ്, നമ്മുടെ മെയിലിലേക്ക് ഇതിൻ്റെ വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പം ഞാൻ അവിടെ സെൻഡ് കൊടുത്തു. അപ്പോൾ നമ്മളുടെ മെയിലിലേക്ക് ആ വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. എൻ്റെ മെയിലിലേക്ക് വന്ന വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ദെൻ വെരിഫൈ കോഡ് കൊടുത്തു. ദെൻ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. അതായത് ഞാനിവിടെ ലോഗിൻ എൻ്റെ പേജിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഓൾ കോഴ്സസ് കൊടുക്കുക. കോഴ്സസ് കൊടുക്കുമ്പോൾ നമുക്ക് ധാരാളം കോഴ്സസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ സ്വയം പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NPTEL, UGC, ACT ഇതൊക്കെ പറഞ്ഞിട്ട് 9ഓളം ഗ്രൂപ്പ് ചേർന്നിട്ടാണ് ഈ ഒരു സ്വയം പോർട്ടൽ റൺ ചെയ്യുന്നത്. നമ്മുടെ കോളേജ് NPTELന്റെ ലോക്കൽ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇപ്പോൾ നിങ്ങളുടെ കേസിൽ ഫസ്റ്റ് ടൈം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് അഡ്വൈസേഴ്സ് ഏതാണോ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ കോഴ്സ്
ആദ്യം തന്നെ എൻറോൾ ചെയ്യുക. ഇപ്പം ഞാൻ ജസ്റ്റ് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്കിവിടെ പൈത്തണിൻ്റെ ഡിഫറെൻറ്റ് കോഴ്സസ് ഇവിടെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പൈത്തൺ ഫോർ ഡാറ്റ സയൻസ്, സയൻറ്റിഫിക് കമ്പ്യൂട്ടിംഗ് യൂസിങ് പൈത്തൺ, ജോയ് ഓഫ് കമ്പ്യൂട്ടിംഗ് യൂസിങ് പൈത്തൺ. ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ NPTELൻ്റെ കോഴ്സസിൻ്റെ അണ്ടറിലുള്ള കോഴ്സസ്, NPTELൻ്റെ അണ്ടറിലുള്ള കോഴ്സസ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാണ്. ഈ കോഴ്സ് സെലക്ട് ചെയ്ത സമയത്ത് ഈ ഒരു പേജിലേക്കാണ് ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് IIT റോപ്പാറിലുള്ള പ്രൊഫസർ സുദർശൻ അയ്യങ്കർ ആണ് ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ആ കോഴ്സ് ഇലക്ടീവ് കോഴ്സാണ്. 12 വീക്കാണ് ഈ കോഴ്സിൻ്റെ ടൈം. ദെൻ ഇതിലിവിടെ ക്രെഡിറ്റ് പോയിന്റ് 3 പോയിന്റ്സ് ആണ് അക്വയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റി കോഴ്സിലും ഓരോരോ ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ABC പുതിയ വർഷത്തെ 4 ഇയർ UGP ഉള്ള കുട്ടികളുടെ ABC ക്രെഡിറ്റ് ബാങ്കിൻ്റെ കേസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ABC അക്കൗണ്ടിലേക്ക് ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കൊണ്ട്, ഈ കോഴ്സിൻ്റെ ക്രെഡിറ്റ് പോയിന്റ് കൊണ്ട് പല ഉപകാരങ്ങളും ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അതിൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് അതേപോലെ തന്നെ എൻഡ് ഡേറ്റ്. എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ October 22 ആണ്. എൻറോൾമെൻറ്റിൻ്റെ എൻഡ് ചെയ്യുന്നത് 29 ഓക്കെ. ദെൻ എക്സാം രജിസ്ട്രേഷൻ വരുന്നത് August 16 എക്സാം ഡേറ്റ് November 2 വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് കാണുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ഓവർവ്യൂ വേണമെങ്കിൽ ഇവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിനു മുന്നേ ഇതിൽ വരുന്ന കാര്യങ്ങൾ പറയും. അതായത് ഇൻ്റർനെറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എനി ഇൻട്രസ്റ്റഡ് ഓഡിയൻസിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 10th അല്ലെങ്കിൽ ഹൈസ്കൂൾ ലെവൽ ഉള്ള വിദ്യാഭ്യാസം മതി. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാവുന്നതാണ്. ഇതിൻ്റെ കോഴ്സസിൽ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ സിലബസ് ആയിട്ട് പറയുന്നത് മോട്ടിവേഷൻ ഫോർ കമ്പ്യൂട്ടിംഗ്, വെൽക്കം ടു പ്രോഗ്രാമിംഗ്, ഇതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ സിലബസ് വരുന്നത്. ഓക്കെ, ഇതാണ് സർ. ഇനി കോഴ്സ് സർട്ടിഫിക്കറ്റിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. എക്സാം ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 rupees ആണ്. November 2 9 മണി മുതൽ 12 മണി വരെയാണ് എക്സാം. അതേപോലെ തന്നെ ആഫ്റ്റർനൂൺ സെക്ഷൻ ആണെങ്കിൽ 2 PM to 5 PM വരെയാണ് എക്സാം വരുന്നത്. എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതിൻ്റെ കേസൊക്കെയാണ് പറയുന്നത്. ടോട്ടൽ 12 അസൈൻമെൻറ്റിൽ 8 അസൈൻമെൻറ്റ്, അതായത് നിങ്ങൾ ചെയ്തിട്ടുള്ള ബെസ്റ്റ് 8 അസൈൻമെൻ്റ് ആണ് അസൈൻമെൻറ്റ് സ്കോറായിട്ട് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ എക്സാം എഴുതുന്നതിൻ്റെ മാർക്കും. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് ഫൈനൽ സ്കോർ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, കോഴ്സ് എന്താണെന്നുള്ളത്. Doesn't matter whether you are young or old. Work. I will assume enormous amount of intelligence from all of you. If you are not intelligent, you cannot program. A typical programming class involves sorting, searching, data structures like stacks, queues, linked lists, breadth first search, depth first search, Dijkstra's. കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ കൊടുക്കുക.
ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജാണ് വരിക. ഇതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫിൽ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേര് അവിടെ കൊടുക്കുക. ദെൻ അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ അസൈൻ ചെയ്യുക. ദെൻ മെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. ഇനി വിച്ച് ഏജ് ഗ്രൂപ്പ് യു ബിലോങ്സ്, അപ്പോൾ നമ്മളുടെ ഏജ് ഗ്രൂപ്പ് അവിടെ കൊടുക്കുക. ദെൻ ജെൻഡർ, ദെൻ കൺട്രി റിസൈഡിങ് കറന്റ്ലി, ഞാനവിടെ ഇന്ത്യ കൊടുത്തു. ദെൻ പിൻകോഡ് കൊടുക്കുക. ദെൻ സ്റ്റേറ്റ്, അപ്പോൾ പിൻകോഡ് കൊടുത്ത സമയത്ത് സ്റ്റേറ്റും അതേപോലെ തന്നെ ഡിസ്ട്രിക്റ്റും കാര്യങ്ങൾ വന്നു. ഇനി അടുത്തത് പ്രൊഫഷൻ കൊടുക്കുക. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവിടെ കൊടുക്കും. ഇനി ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഇപ്പോൾ നിങ്ങളുടെ കേസിലാണെങ്കിൽ അത് പ്രീ യൂണിവേഴ്സിറ്റി ആണ് അല്ലേ, അത് കൊടുത്തു. ദെൻ ഇയർ ഓഫ് ഗ്രാജുവേഷൻ, ഇപ്പം നിങ്ങൾ പഠിച്ചിറങ്ങിയ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2024 +2 പാസ്സായത്. ഓക്കെ. ദെൻ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ABC ക്രെഡിറ്റ് ബാങ്ക് നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് ABC അക്കൗണ്ട് ഇല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ABC ID എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. പാർട്ട് ഓഫ് സ്വയം ലോക്കൽ ചാപ്റ്റർ, അതായത് നമ്മുടെ കോളേജ് NPTELന്റെ ലോക്കൽ ചാപ്റ്റർ ആണ്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യെസ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ അടുത്തത് എന്ത് ചെയ്യുക, ലോക്കൽ ചാപ്റ്റർ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ലോക്കൽ ചാപ്റ്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ കേരള കൊടുത്തു. ഇനി നമ്മുടെ കോളേജ് ഇവിടെ സെലക്ട് ചെയ്യുക. നമ്മുടെ കോളേജ് ഞാൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മുടെ കോളേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. ഞാൻ അവിടെ അത് സെലക്ട് ചെയ്തു. അപ്പം കോളേജ് സെലക്ട് ചെയ്ത സമയത്ത് തന്നെ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഡീറ്റെയിൽസ് വന്നു. ഇനി കോളേജ് ഓഫ് സ്കൂൾ റോൾ നമ്പർ, നിങ്ങൾക്ക് റോൾ നമ്പർ അറിയെങ്കിൽ ആ റോൾ നമ്പർ അവിടെ കൊടുക്കുക. ഓക്കെ. ഇപ്പൊ ഞാൻ ഒരു റോൾ നമ്പർ കൊടുക്കുകയാണ്. ദെൻ ഡിഗ്രി നമ്മളിപ്പോൾ പഠിക്കുന്നത് ഏതാണോ, ആർട്സ് ആൻഡ് സയൻസ് ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ആണോ സയൻസ് ആണോ എന്ന് കൊടുക്കുക. ഞാനിവിടെ സയൻസ് എന്ന് പറഞ്ഞു കൊടുക്കും. ദെൻ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഞാനിവിടെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കൊടുക്കുന്നത്. ദെൻ സ്റ്റഡി ഇയർ, നമ്മൾ പഠിക്കുന്ന ഏത് ഇയർ, ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ കൊടുക്കുക, സെക്കൻഡ് ഇയർ ആണെങ്കിൽ സെക്കൻഡ് ഇയർ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ഇയറിനാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതാണോ ഇയർ, ഏതാണോ പാസ് ഔട്ട് ആവുന്ന വർഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുക. ദെൻ ഐ എഗ്രി ടു സ്വയം ടേംസ് ആൻഡ് സർവീസസ്. ദെൻ ഐ എഗ്രി ടു ഫോളോ ഹോണർ കോഡ്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കോളേജ് NPTEL ലോക്കൽ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളേജിന്റെ പേര് സെലക്ട് ചെയ്തിട്ട് വേണം ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാൻ. ഇനി ഈ കാര്യങ്ങൾ നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഫസ്റ്റ് ടൈം ആയിട്ടാണ് NPTEL രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ക്ലാസ് അഡ്വൈസേഴ്സ് ഏതാണോ കോഴ്സ് സെലക്ട് ചെയ്യാൻ പറയുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ക്ലാസ് അഡ്വൈസേഴ്സ് തന്നെയായിരിക്കും മിക്കവാറും നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ട് വരുന്നത്. മെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സിൽ ലാഗിങ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെന്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാണ്.
അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്കാണ് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോ വീക്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ വീക്ക് 1 പ്രോബ്ലം സോൾവിങ് സെഷൻ റിമൈൻഡർ, അതിൽ വീക്ക് 2 എന്താണ്, വീക്ക് 3 എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള ഡീറ്റെയിൽസ്, അതായത് സെക്ഷൻ്റെ ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. ദെൻ ഓരോ വീക്കിലും അസൈൻമെൻറ്റും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ദെൻ അതേപോലെ തന്നെ ഇവിടെ മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ മെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഇപ്പോൾ ഇവിടെ ആരെയും മെൻറ്ററായിട്ട് അസൈൻ ചെയ്തിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ മെൻറ്ററായിട്ട് ഓരോ കോഴ്സിനും ഓരോരോ ടീച്ചേഴ്സിനെ അസൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ മെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇവിടെ വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ക്ലാസ് അഡ്വൈസേഴ്സിനെ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് പറയാം. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് NPTEL കോഴ്സസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.